ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ജനുവരി മാസം 24-ാം തീയതി. ഈ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭദിന ആശംസകൾ നേരുന്നു. അതോടൊപ്പം എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി നാം ഉൽപ്പത്തി പുസ്തകം 24-ാമത്തെ അധ്യായമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിമനോഹരമായിരിക്കുന്ന അധ്യായമാണ്. അതെ, ഒരു മനോഹരമായിരിക്കുന്ന വിവാഹത്തിന് നടത്തിപ്പാണ് ഈ അധ്യായത്തിൽ വിഷയമായിട്ട് ഉള്ളത്. അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിന് വേണ്ടി ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കുവാനായിട്ട് അബ്രഹാമിൻ്റെ ദാസനായിരിക്കുന്ന എലേസറിനെ പറഞ്ഞയക്കുന്ന സംഭവമാണ് ഈ അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. താനെ അങ്ങനെ ഹാരാനിലേക്ക് കടന്നുപോയി അവിടെ ചെന്നിട്ട് തൻ്റെ അബ്രഹാമിൻ്റെ ബന്ധുമിത്രാദികളുടെ ഭവനത്തിൽ ചെന്ന് ഒരു ഭാര്യയെ കണ്ടെത്തുന്ന കാര്യമാണ് ഈ അധ്യായത്തിൽ ഉള്ളത്. ഒരുപക്ഷെ നാം ആരും ചെയ്യാത്ത ഒരു കാര്യമാണ്. കാരണം നമ്മുടെ മക്കൾക്ക് ഒരു ഭാര്യയെ കണ്ടെത്തുവാനായിട്ട് നമ്മുടെ വീട്ടിലെ വേലക്കാരിൽ ദാസന്മാരിൽ ഒരാളെ അയക്കുകയില്ലല്ലോ. എന്നാൽ നമ്മുടെ വീട്ടു ജോലിക്ക് വരുന്നതായിരിക്കുന്ന ഒരാളായിരുന്നില്ല എലയാസാർ. അബ്രഹാമിനൊരു മകൻ ജനിച്ചിരുന്നില്ലെങ്കിൽ അബ്രഹാമിൻ്റെ മുഴുവൻ സ്വത്തുക്കൾക്കും അവകാശിയായി തീരേണ്ട മനുഷ്യനായിരുന്നു എലയാസാർ. അതുകൊണ്ട് അബ്രഹാം എലയാസാറിനെ വിളിച്ചു പറഞ്ഞു, നീ വരിക എന്ന് പറഞ്ഞു. നീ എന്നോട് ഒരു ഉടമ്പടി ചെയ്യണം. എന്താണ് ഉടമ്പടി? എൻ്റെ മകനെ 40 വയസ്സ് വിവാഹപ്രായം ആയി, അവൻ്റെ അമ്മ മരിച്ചുപോയി, അവൻ വളരെ ഏകാന്തതയും ദുഃഖവും അനുഭവിക്കുന്നൊരു സന്ദർഭമാണ്. നീ പോയി അവൻ ഉത്തമയായ ഒരു ഭാര്യയെ കണ്ടെത്തണം എന്ന് പറഞ്ഞു. നീ കനാനിൽ നിന്നൊരു ഭാര്യ എടുക്കരുത്. ഇവിടെയുള്ളതായിരിക്കുന്ന ആളുകൾ അവിശ്വാസികളാണ്. എൻ്റെ നാടായിരിക്കുന്ന ഹാരാനിലേക്ക് നീ പോകണം. അവിടെ യഹോവ ഞങ്ങൾക്ക് പ്രത്യക്ഷമായി. അവർക്ക് യഹോവയെക്കുറിച്ച് അറിയാവുന്ന ആളുകളാണ്. അതുകൊണ്ട് ആ വീട്ടിൽ ചെന്ന് നീ ഒരു ഭാര്യയെ എടുക്കണം എന്ന് പറഞ്ഞു. അബ്രഹാം ഈ ഭാര്യയെ ഇസ്ഹാക്കിന് വേണ്ടി കണ്ടെത്തുന്നതിൽ തിരഞ്ഞെടുത്തതായിരിക്കുന്ന മാനദണ്ഡങ്ങൾ വളരെ വളരെ മാതൃകയാണ്. എന്താണ് അബ്രഹാം ചെയ്തത്? ഒന്നാമത് സ്വന്തം കുടുംബത്തിൽ നിന്നും ഒരു പെൺകുട്ടിയെ എടുക്കുന്നതിനായിട്ട് അബ്രഹാം തീരുമാനിച്ചു. അന്യമതങ്ങളിൽ നിന്നും അന്യ സംസ്കാരങ്ങളിൽ നിന്നും ഒരു കുട്ടിയെ എടുക്കാതെ സ്വന്തം സംസ്കാരമുള്ള താൻ സേവിക്കുന്ന ദൈവത്തെ അറിയാവുന്ന ജനത്തിൻ്റെ മധ്യത്തിൽ നിന്നും ഒരു പെൺകുട്ടി എടുക്കുവാനായിട്ട് തീരുമാനിച്ചു. അതൊരു നല്ല മാതൃകയാണ്. നാം നമ്മുടെ മക്കൾക്ക് വേണ്ടി ഭാര്യമാരെയോ ഭർത്താക്കന്മാരെയോ നാം എടുക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ നമ്മുടെ സംസ്കാരവും നമ്മുടെ വിശ്വാസവും ഉള്ളതായിരിക്കുന്ന ആളുകളിൽ നിന്ന് ഭാര്യമാരെ എടുക്കുക, ഭർത്താക്കന്മാരെ എടുക്കുക എന്നുള്ളത് ഉചിതമായിരിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത് അബ്രഹാം ചെയ്ത കാര്യമെന്ന് പറഞ്ഞാൽ അപ്പനെയും അമ്മയെയും പൂർണ്ണമായി വിട്ടുപിരിയുവാൻ മനസ്സുള്ള ഒരു പെൺകുട്ടിയെ മാത്രമേ ഭാര്യയായിട്ട് എടുക്കാവൂ. എന്ന് പറഞ്ഞാൽ ഹാരാൻ എന്ന് പറയുന്നത് ഏതാണ്ട് 1200 കിലോമീറ്റർ അകലെയുള്ളൊരു സ്ഥലമാണ്. അവിടെ നിന്നൊരു പെൺകുട്ടിയെ എടുത്തുകൊണ്ട് വന്നാൽ പിന്നെ അവളുടെ ജീവിതത്തിൽ ഒരിക്കലും അവളുടെ അപ്പനെയും അമ്മയും കാണുവാനുള്ളതായിരിക്കുന്ന അവസരമില്ല. അങ്ങനെ സ്വന്തം മാതാപിതാക്കളെയും ഭവനത്തെയും വിട്ടുപിരിഞ്ഞ് ഭർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ മാനസികമായി ഒരുക്കമുള്ള ഒരാളെ മാത്രമേ ഭാര്യയായി എടുക്കാവൂ എന്നാണ് അബ്രഹാം ചിന്തിച്ചത്. അതുപോലെ നല്ല കാര്യമാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നത് നിൻ്റെ അപ്പനെയും അമ്മയും മറക്കുക എന്നാണ് പറയുന്നത്. നിൻ്റെ അപ്പനെയും അമ്മയും മറക്കുക. പുരുഷനെക്കുറിച്ച് പറയുന്നത് തൻ്റെ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുമെന്നാണ്. വിവാഹമെന്ന് പറയുന്നത് വിജയിക്കണമെങ്കിൽ മാതാപിതാക്കളെ വിട്ടുപിരിയുവാനുള്ളതായിരിക്കുന്ന ഒരു മാനസികമായിരിക്കുന്ന അവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. മൂന്നാമത് അബ്രഹാം ചിന്തിച്ചത് എന്താണ്? താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു പുരുഷനെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രം വരനായി സ്വീകരിക്കുവാൻ മനസ്സുള്ള ഒരു സ്ത്രീ ആ പുരുഷന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ ഒരിക്കലും ബുദ്ധിമുട്ട് കാണിക്കുകയില്ല. അതുകൊണ്ട് ഈ എലയാസറിനെ ഇത്ര ദൂരെയുള്ളൊരു സ്ഥലത്തേക്ക് പറഞ്ഞയച്ച് അവിടെ നിന്നൊരു പെൺകുട്ടി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി ഒരിക്കലും ഇസ്ഹാക്കിനെ കണ്ടിട്ടില്ല. എലേസർ ഇസ്ഹാക്കിനെ കുറിച്ച് ആ പെൺകുട്ടിയോട് പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിലാണ് അവൾ അവനെ വിവാഹം കഴിക്കാമെന്ന് തീരുമാനിക്കുന്നത്. അവൻ്റെ സ്വത്ത് കണ്ടല്ല, അവൻ്റെ സ്വത്തിനെക്കുറിച്ച് അറിയാമായിരുന്നു തീർച്ചയായിട്ടും. അവൻ്റെ സൗന്ദര്യം കണ്ടില്ല, അല്ലെങ്കിൽ അവനെക്കുറിച്ച് അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ യാതൊരു വശങ്ങളും അവൾ മനസ്സിലാക്കിയിരുന്നില്ല. എലയാസർ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പുരുഷനെ വിവാഹം കഴിക്കുമ്പോൾ ആ പുരുഷനോട് ചേർന്നൊരു കുടുംബം പണിയുവാൻ അവൾക്ക് ഒരിക്കലും പ്രയാസം ഉണ്ടാകുകയില്ല എന്ന് അബ്രഹാം തീരുമാനിച്ചു കാണും. എന്ന് മാത്രമല്ല, തൻ്റെ വിവാഹത്തിന് വേണ്ടി യാതൊരു മുൻപരിചയവും ഇല്ലാത്ത ഒരാളോടുകൂടെ ഈ 1200ഓളം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് കുടുംബജീവിതത്തിന് വേണ്ടി ഒരു ഭർത്താവിന് വേണ്ടി വരിക എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. വളരെ ദൂരദേശത്ത് നിന്ന് ഇത്രയും ദൂരദേശം. ഇന്നത്തെ പോലുള്ള വാഹന സൗകര്യങ്ങളില്ല, പ്ലെയിനില്ല, ട്രെയിനില്ല, ബസ്സില്ല, ഒന്നുമില്ല. ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി ഈ 1000-ലധികം കിലോമീറ്ററുകൾ താണ്ടി വന്ന് ഒരു പുരുഷനെ കീഴടങ്ങിയിരിക്കുക, പുരുഷനെ ഭർത്താവായി സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നു വിവാഹത്തിന് ഏറെ പ്രാധാന്യം കൊടുത്തൊരു സ്ത്രീ ആയിരിക്കണം ആ സ്ത്രീ എന്ന് അബ്രഹാമിന് അറിയാമായിരുന്നു. അതുകൊണ്ട് വിവാഹ ജീവിതത്തിന് അത്രയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ തൻ്റെ മകന് തീർച്ചയായും സന്തോഷമായിരിക്കും എന്നറിയാമായിരുന്നു. എന്ന് മാത്രമല്ല, ഇത്രയും ദൂരം
ബന്ധുമിത്രാദികളെയും മാതാപിതാക്കളെയും വിട്ടുപോന്നാൽ അവരുടെ തെറ്റായിരിക്കുന്ന സ്വാധീനം ഒരു വിധത്തിലും തൻ്റെ മകൻ്റെ വിവാഹത്തെ ബാധിക്കുകയില്ല എന്ന് അബ്രഹാം അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അബ്രഹാം അത്രയും ദൂരേക്ക് പോയി ഒരു മകളെ തൻ്റെ മകനെ ഭാര്യയായിട്ട് എടുക്കണം എന്ന് പറയുന്നത്. അങ്ങനെ അബ്രഹാം തൻ്റെ മകനെ വിവാഹത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തപ്പോൾ സന്തോഷകരമായിരിക്കുന്ന ഒരു കുടുംബജീവിതം ഇസ്ഹാക്കിന് ലഭിക്കത്തക്കവണ്ണമുള്ള എല്ലാ മൂല്യങ്ങളും എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് ആലോചിച്ചാണ് താൻ ആ വിവാഹം അതിന് ക്രമീകരണം ചെയ്തത്. എലയാസർ ഒരു നല്ല മനുഷ്യനായിരുന്നു. എലയാസർ അബ്രഹാം പറഞ്ഞ വാക്കനുസരിച്ച് യാത്ര ചെയ്തു. ഒരുപക്ഷെ മാസങ്ങൾ യാത്ര ചെയ്ത് താൻ ഹാരാനിലെത്തി. ഹാരാനിലെത്തി വഴി അരികെയുള്ള കിണറ്റിൻ്റെ അരികെ നിന്നു. അവിടെ വെച്ചാണ് റബേക്കയെ കണ്ടുമുട്ടുന്നത്. താൻ ആവശ്യപ്പെട്ട പ്രകാരം തനിക്ക് ഒട്ടകത്തിന് മുഴുവനും വെള്ളം കോരി കൊടുത്തു, തനിക്കും വെള്ളം കോരി തന്നു. അധ്വാനശീലിയായ ഒരു പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കി. എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ദൈവഹിതപ്രകാരം ആ വിവാഹം നടന്നു. സന്തോഷകരമായിരിക്കുന്ന ഒരു വിവാഹമാണ് ഇസ്ഹാക്ക് റബേക്ക ദമ്പതിമാർക്ക് ദൈവം നൽകിയത്. ഇന്നത്തെ വിവാഹത്തിൻ്റെ നടത്തിപ്പുകളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ വളരെ സങ്കടം പലപ്പോഴും പറയാറുണ്ട്. പഠിക്കുന്ന കോളേജിൽ വെച്ച് കണ്ടുമുട്ടി, വഴിയിൽ വെച്ച് കണ്ടുമുട്ടി, ബസ്സിൽ വെച്ച് കണ്ടുമുട്ടി, മാർക്കറ്റിൽ വെച്ച് കണ്ടുമുട്ടി, ഒന്ന് ചിരിച്ചു, രണ്ട് ചിരിച്ചു, വർത്തമാനം പറഞ്ഞു. ഇനി ചിലർ കാണുക പോലുമില്ല. അവരെ ഇൻസ്റ്റാഗ്രാമിലോ മറ്റോ ഒക്കെ ചില ചിറ്റ്ചാറ്റുകൾ നടത്തി ആരോ കൂട്ടുകാർ റെക്കമെൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിച്ച് ഒരു വർഷത്തിനുള്ളിൽ തല്ലിപ്പിരിഞ്ഞ് ആകെപ്പാടെ പരാജയപ്പെടുന്നതായിരിക്കുന്ന വിവാഹങ്ങൾ, ഒരു മൂല്യങ്ങളും ഇല്ലാത്ത വിവാഹങ്ങൾ. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ അവിവാഹിതരാണ്, ഈ വചനം കേൾക്കുന്നവർ അവിവാഹിതരെങ്കിൽ നിങ്ങളുടെ വിവാഹത്തെ ഗൗരവമായി എടുക്കണം. മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വിവാഹം ചിന്തിക്കുന്നുവെങ്കിൽ മൂല്യാധിഷ്ഠിതമായിരിക്കും ഒരു വിവാഹം വേണം. അല്ലാതെ സാഹചര്യത്തിൻ്റെ സൗകര്യമനുസരിച്ച് വിവാഹങ്ങൾ ക്രമീകരിക്കരുത്. അങ്ങനെ നമ്മുടെ മക്കളുടെ കുടുംബജീവിതം സന്തോഷകരമാകുവാനും അനുഗ്രഹീതമായ തലമുറകളെ നമുക്ക് ലഭിക്കുവാനും തക്കവണ്ണം നമുക്ക് വിവാഹത്തെ ഗൗരവമായി എടുക്കാം. പ്രാർത്ഥിച്ച് ആലോചിച്ച് ദൈവചനപ്രകാരം നമ്മുടെ മക്കൾക്ക് വിവാഹങ്ങൾ ക്രമീകരിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ പ്രഭാതത്തിൽ നിൻ വചനം ഞങ്ങൾക്ക് ഐശ്വര്യമായി